ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്താലോ. അപ്പം ഞാനിത് വീക്കിലിയാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇത് വീക്കിലി അല്ല, നമ്മൾ ഡ്രസ്സ് ഇടുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ ആഴ്ചയിൽ 2 വട്ടം കഴുകുമെങ്കിൽ ആ 2 പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം കഴുകുന്നതിന് മുന്നേ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കാനുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ 1 വീക്കിൽ, അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാൻ 1 വീക്ക് കൂടുമ്പോഴത്തേക്കും വൃത്തിയാക്കുന്നതാണ് കേട്ടോ. അങ്ങനെതായി ഞാനിത് വൃത്തിയാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇളക്കിയെടുത്ത ഭാഗത്ത് ഇതുപോലെയാണ് കേട്ടോ അഴുക്ക് ഉറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അതുപോലെ തന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ ഈ ഭാഗവും നമ്മൾ വൃത്തിയാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇളക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഈ 4 സൈഡും നമ്മൾ ലിക്വിഡൊക്കെ ഒഴിക്കുന്ന 4 സൈഡും ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ലിക്വിഡ് വാഷിംഗ് മെഷീനിൽ പൊടി ഇപ്പോൾ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അത് നല്ല ക്ലീനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വാഷ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തും ഇത്രയും ഇങ്ങനെ ഇതിനേക്കാളും കൂടുതലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ കുറവെന്ന് വേണം കേട്ടോ പറയാനായി. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് വാഷ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം എനിക്കിന്ന് ഇതുപോലത്തെ ഒരു ബ്രഷാട്ടോ കിട്ടിയത്. അപ്പോൾ അത് ശകല സോപ്പ് പൊടി ഞാൻ അതിലോട്ടിട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ടൂത്ത് ബ്രഷ് ആണെങ്കിൽ നന്നായിട്ട് അഴുക്ക് പോകും കേട്ടോ. ചെന്നം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരച്ച് 4 സൈഡും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം സോപ്പ് ആണെങ്കിൽ സോപ്പ് പൊടി, ഷാമ്പു ആണെങ്കിൽ ഷാമ്പു ഇട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അകത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളതാണ്. അപ്പോൾ അകവും പുറവും ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടോ, ഇത് കുറച്ച് വൃത്തിയാക്കാൻ അധികം ഉണ്ട്. പക്ഷേ എനിക്ക് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ളത് ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ അടുത്തിടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.